ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചേന വാഴക്ക കൊണ്ടുള്ള സദ്യയിൽ വിളമ്പുന്ന കാളനാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള ചേനയുടെ തൊലിയെല്ലാം കളഞ്ഞെടുത്തതാണ്. അതുപോലെ 4 വാഴക്കയുടെ സൈഡ് ഭാഗം മാത്രം തൊലി കളഞ്ഞെടുത്തതാണ്. കളറ് മാറാതിരിക്കാൻ വേണ്ടി ചേന മീഡിയം സൈസ് ആക്കി മുറിച്ച് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം. അതുപോലെ വാഴക്ക അരിഞ്ഞതും. ഇനി ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കാം. വേവിക്കാനെടുത്ത മൺചട്ടിയിലേക്ക് അരിഞ്ഞു വെച്ചതെല്ലാം ഇട്ട് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, വേകുവാനുള്ള വെള്ളം 3 ഗ്ലാസ് ഒഴിച്ച് എല്ലാം ഒന്ന് ഇളക്കിയ ശേഷം തീ ഓണാക്കി വെള്ളം ഒന്ന് കുറഞ്ഞ് കഷ്ണങ്ങൾ വേകുന്നതുവരെ ഇടയ്ക്ക് തുറന്ന് നോക്കി മൂടി വെക്കാം. കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴേക്കും തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കാം. അതിനായി മിക്സിയുടെ ജാറിലേക്ക് 2 കൈപ്പിടി തേങ്ങ ചിരവിയത്, 4 പച്ചമുളക് മുറിച്ചെടുത്തത്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, കുറച്ച് വെള്ളം ഒഴിച്ച് അധികം നൈസാക്കാതെ അരച്ചെടുക്കാം. അരച്ചെടുത്തത് ബൗളിലേക്കാക്കി മാറ്റിവെക്കാം. നേരത്തെ വേവിക്കാൻ വെച്ച കഷ്ണങ്ങൾ അധികം വെള്ളം വറ്റിച്ചെടുക്കാതെ തന്നെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കിയ ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് തീ ലോ ഫ്ലെയിമിലാക്കി 2 മിനിറ്റ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാൻ നേരത്തെ 3/4 കപ്പ് പുളിയുള്ള തൈര് എടുത്ത് ബീറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് ഉടൻ തന്നെ തീ ഓഫാക്കി എല്ലാം ഒന്ന് ഈ ചൂടിൽ തന്നെ 1 മിനിറ്റ് ഇളക്കി എടുക്കാവുന്നതാണ്. തീ ഓണാക്കി ലോ ഫ്ലെയിമിലാക്കി ചൂടായി വരുന്ന പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുക് പൊട്ടിയ ശേഷം 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് ഒന്ന് ചുവന്ന് വരുമ്പോൾ 2 വറ്റൽമുളക് മുറിച്ചത്, കുറച്ച് കറിവേപ്പില മൂത്ത് വരുമ്പോൾ കറിയിലേക്ക് ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കി എടുക്കാവുന്നതാണ്. നല്ല രുചിയുള്ളതാണ്. ഒന്നുണ്ടാക്കി നോക്കണേ. അതുപോലെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തന്ന് കൂടെ നിൽക്കണേ. പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.